വേദിയിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ഭാരവാഹികളെ, എന്റെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, ഖസാക്കിന്റെ ഇതിഹാസം തീർത്ത പാലക്കാടിന്റെ മണ്ണിൽ പുതിയൊരു ഇതിഹാസം തീർത്തുകൊണ്ട് ഇവിടെ സമ്മേളിച്ച ഇസ്ലാമിന്റെ മഹത്തായ സമ്മേളനത്തിന് കേരളത്തിലെ വിപ്ലവ യുവതയായ സൂറിനാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പാലക്കാട് ഘടകത്തിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമായിട്ട് അർപ്പിക്കുകയാണ്. കേവലമായ ആലങ്കാരികമായ ആശംസകൾക്കപ്പുറത്ത് ഇത് ചരിത്രമാകാൻ പോകുന്ന നേരത്തെ ഷെയ്ഖ് സാഹിബ് പറഞ്ഞതുപോലെ ഈ പിറക്കാനിരിക്കുന്ന പുതിയ രാഷ്ട്രീയത്തിന്റെ ഭാവികളാണ് ഇവിടെ കൂടിയ ഈ വിദ്യാർത്ഥി സമൂഹം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ധാരാളം വിദ്യാർത്ഥി സംഘടനകളുള്ള നമ്മുടെ നാട്ടിൽ, ആണ്ടുതോറും സമ്മേളനങ്ങൾ നടക്കുന്ന നാട്ടിൽ 1995 ചെറുപ്പുളശ്ശേരിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് ശേഷം 17 വർഷങ്ങൾക്ക് ശേഷമാണ് SIO പാലക്കാട് ജില്ലാ സമ്മേളനം നടത്തുന്നത്. എന്താണ് ഇതുകൊണ്ട് സമൂഹത്തിൽ കിട്ടിയ പ്രയോജനം എന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ കുറഞ്ഞ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ ജില്ലയുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് വളരെ ആധികാരികമായി പഠനം നടത്തുകയും അത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരാനും SIOവിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ്. ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി NA ബേബി ഉൾപ്പെടെയുള്ള ആളുകളുടെ മുമ്പിൽ പാലക്കാടിന്റെ 14ാം സ്ഥാനം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള വളരെ ആധികാരികമായ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് SIOവിന് സാധിക്കുകയുണ്ടായി. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടും വളരെ രസകരമായ ഒരു സംവാദം അതുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായ ആളുകൾ പങ്കെടുത്ത ആ ഒരു സംവാദം സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന വലിയൊരു സംവാദമായിരുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ സുധീരൻ സൂചിപ്പിച്ചു, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിന്റെ പുറത്ത് പഠിക്കുന്ന അന്യസംസ്ഥാന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന പൊതുസമൂഹത്തിന് ഒരു പുതിയ അറിവ് പകർന്നു നൽകിയ അന്തർ സംസ്ഥാന വിദ്യാർത്ഥി സമ്മേളനം SIOവിന്റെ പാലക്കാട് സമ്മേളനത്തിന് ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഉപകാരമായിരുന്നു. അതിനും വലിയ ഒരു ഉപകാരമുണ്ട്. പഠനവും സമരവും എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നടത്തുന്നതാണ്. പക്ഷേ സേവനയുടെ നടത്ത ജിഹാദുദ്ദായി പറഞ്ഞു, അത് SIOവിന്റെ മാത്രം പ്രത്യേകതയാണ്. സൂറിനാരിറ്റി കറന്റ് വാങ്ങിക്കൊടുത്ത ഒരു കോളനിയുണ്ട് പാലക്കാട് ജില്ലയിൽ. അവിടെ കൊല്ലംകോട് ചെമ്മണാപതി കോളനി. ആ കോളനിയിൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് SIO നൽകിയ പാഠപുസ്തകങ്ങൾ കൊണ്ടാണ്. സാക്ഷ്യമാണ് കുടിവെള്ളം വാങ്ങിക്കൊടുത്ത് സൂറിനാരിറ്റി സമരം നടത്തിയ ഒരു പ്രദേശമാണ്. അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത് SIO നൽകിയ പാഠപുസ്തകങ്ങൾ കൊണ്ടാണ്. അന്ന് അട്ടപ്പാടിയിൽ 186 കോടികളിലുള്ള ആദിവാസികൾ ഇന്നും നിരകയാകാൻ കുറിക്കുന്ന അട്ടപ്പാടിയിലെ കുറഞ്ഞ കോടികളിൽ ഇന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് SIO നൽകിയ പഠനോപകരണങ്ങൾ കൊണ്ടാണ്. ഞാൻ പറഞ്ഞ ഈ സമൂഹത്തിന് മഹത്തായ പ്രയോജനം ഈ സമ്മേളനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്ന് മാത്രമല്ല, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഭൂതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, പ്രശസ്ത യോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ക്യാമ്പസുകൾ അനാഥയുള്ളതാണ്. ഇത് മാറേണ്ടതുണ്ട്. നിങ്ങൾക്കറിയില്ലേ, വിളിച്ചിൽ ഒരു തത്വചിന്തകളുണ്ടായിരുന്നു. ദൈവജനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മത്സരിച്ച നേരത്ത് അന്ത്യം കൊടുത്തി